Good morning, Anwar students. It's me, your ISHAK sir, and all of you welcome to Economics Classroom. എൻ്റെ പ്രിയപ്പെട്ട അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസര ചെലവ് എന്നുള്ളതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ദ ടോപ്പിക് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയാണ് നമ്മൾ വരക്കുക അല്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ശരി, ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസര ചെലവ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസര ചെലവ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ലിസൺ ഹിയർ. ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. Opportunity cost of a product or service can be defined as, in an economy there is a product or service can be produced. So opportunity cost of a product or service can be defined as it is the cost of next best alternative foregone or sacrificed. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഒരു വസ്തുവിൻ്റെ, അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാൽ ഈച്ച് ആൻഡ് എവരി പ്രൊഡക്റ്റ് ഹാസ് ദെയർ ഓൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ അവസര ചെലവ് എന്നാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ ഓർ സാക്രിഫൈസ്ഡ്. ഫോർഗോൺ ഓർ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുക, ത്യജിക്കപ്പെടുക. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക കേട്ടോ. അപ്പോൾ അവസര ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ അവസര ചെലവ് എന്നാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ ചെലവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അവസര ചെലവ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ ചെലവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസര ചെലവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം. ഈ ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ ഇത് രണ്ടേ നമ്മൾ സമ്പത്ത് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അല്ലേ? ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. സോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്ത, ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ ചെലവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ നല്ലൊരു സിമ്പിളായിട്ട് ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഇത് ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഇപ്പോൾ ഒരു വർഷം, ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ ചേരണം, അറ്റൻഡിങ് കോളേജ്, ഒരു കോളേജിൽ ചേരണം, ഡിഗ്രിക്ക് ചേരണം എന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തിൽ തന്നെ ഒരു ജോലിക്ക് പോയാൽ 20,000 രൂപ കിട്ടുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് സർവീസുകളാണ് നിങ്ങൾക്കുള്ളത്. ഒന്നാമത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് അറ്റൻഡിങ് കോളേജ്, അതായത് കോളേജിൽ ചേരുക. ഇത് രണ്ടും ഒരു സർവീസാണ്, അറ്റൻഡിങ് കോളേജ്. രണ്ടാമത്തത് സെക്കൻഡ് വൺ ഈസ് ജോബ് ഓപ്പർച്യൂണിറ്റി. ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കൊരു ജോലി കിട്ടിയിരിക്കുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ഇതിൽ എമംഗ് ദിസ് ടു വി ക്യാൻ സെലക്ട് എനി വൺ ഓഫ് ദിസ്. ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കോളേജിൽ പോകാതെ നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം 20,000 രൂപ പെർ ഇയർ, ഒരു വർഷം നിങ്ങൾക്ക് 20,000 രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നിങ്ങൾ 20,000 രൂപ കിട്ടാൻ വേണ്ടി ജോലിക്ക് പോയി എങ്കിൽ ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ചിലവേതാണ്? അറ്റൻഡിങ് കോളേജ്. സോ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എമംഗ് ദിസ് ടു സർവീസ്, ഈ രണ്ട് സേവനങ്ങൾക്കിടയിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതാണ് ദ കോസ്റ്റ് ഓഫ് അറ്റൻഡിങ് കോളേജ് എന്നുള്ളതാണ്. അതായത് കോളേജിൽ ചേരുന്നതിലുള്ള അല്ലെങ്കിൽ കോളേജിൽ
അഡ്മിഷൻ എടുക്കുന്നതിനുള്ള ചിലവാണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടൂല. അതായത് ഒരു സേവനം ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഏതാണ്? ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പോൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോളേജ് വിദ്യാഭ്യാസം നിങ്ങൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ ഈ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള അവസര ചെലവ് എന്ന് പറയുന്നതാണ് കോളേജ് വിദ്യാഭ്യാസത്തിലുള്ള ചെലവ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ ഓർ സാക്രിഫൈസ്ഡ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിൻ്റെ അളവിനെയാണ്, ചെലവിനെയാണ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ലിസൺ ഹിയർ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ സീമാന്ത അവസരാത്മക ചെലവ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. എന്താണ് അവസര ചെലവ് നിങ്ങൾ പഠിച്ചു വെച്ചു. ശരി, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ടോപ്പിക് ഓഫ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ എക്കണോമിക്സിൽ നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് മാർജിനൽ എന്ന പദം. മാർജിനൽ എന്ന് പറഞ്ഞാൽ സീമാന്ത അല്ലെങ്കിൽ അഡീഷണൽ, അധിക യൂണിറ്റുകൾ എന്നർത്ഥം. ഇപ്പോൾ ഒരു പേന രണ്ടാമത്തെ പേനാവുമ്പോൾ 2 യൂണിറ്റായി, മൂന്നാമത്തെ പേനാവുമ്പോൾ 3 യൂണിറ്റായി. ഇങ്ങനെ ഓരോ യൂണിറ്റുകൾ കൂടി ചേരുമ്പോൾ നമ്മൾ അഡീഷണൽ എന്ന പദമാണ് ഉപയോഗിക്കുക. അപ്പോൾ അഡീഷണൽ എന്ന പദമാണ് മാർജിനൽ എന്ന പദം കൂടെ അർത്ഥമാക്കുന്നത്. സോ ദ മാർജിനൽ മീൻസ് അഡീഷണൽ യൂണിറ്റ് ഇൻ എക്കണോമിക്സ് കേട്ടോ. സീമാന്തം എന്ന് പറഞ്ഞാൽ അധിക യൂണിറ്റ്, അധിക അളവുകൾ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അധിക ചെലവുകൾ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അധിക വരുമാനം. മനസ്സിലാക്കണം. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീമാന്ത അവസര ചെലവ് എന്നതാണ്, MOC. എന്താണ് MOC എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കാം, ഇവിടെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഡെഫിനിഷൻ, നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ടാകും. ശ്രദ്ധിക്കൂ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് ദ അഡീഷണൽ കോസ്റ്റ് in terms of a number of units of a good sacrificed to produce an extra unit of other goods. അതായത് ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ 2 ഗുഡുകളാണല്ലോ നമ്മൾ പറഞ്ഞത്, 2 സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശാസ്ത്രത്തിൻ്റെ അവലോകനത്തിന് വേണ്ടി വി ക്യാൻ സെലക്ട് ദ 2 good only in order to understand the scientific concept. ശ്രദ്ധിക്കുക, എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ത്യജിക്കപ്പെട്ട മറ്റേ സാധനത്തിൻ്റെ അളവിനെയാണ് നമ്മളെന്ത് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനത്തിൻ്റെ 2 ഗുഡുകളാണുള്ളത്, 2 സാധനങ്ങളുള്ളത്, സാധനം 1, സാധനം 2, അല്ലെങ്കിൽ ഗുഡ് 1 ആൻഡ് ഗുഡ് 2. ഇവിടെ ഗുഡ് 1ൻ്റെ അധിക യൂണിറ്റുകൾ, അഡീഷണൽ യൂണിറ്റുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കും തോറും ഗുഡ് 2ൻ്റെ അളവ് നമ്മൾ കുറക്കേണ്ടതായിട്ട് വരും. നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഗുഡ് 1 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ഗുഡ് 2 ഒന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂല അല്ലേ? ഗുഡ് 1 9 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് 2 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. ഇങ്ങനെ സാധനം 1ൻ്റെ അളവ് നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, സാധനം 1ൻ്റെ അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ സാധനം 2ൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറക്കേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ ഗുഡ് 1 എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് 1 വി ക്യാൻ ലെസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് 2 അല്ലേ? അതായത് ഒന്നാമത് സാധനത്തിൻ്റെ അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവ് ഇങ്ങനെ കുറക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. ഇവിടെ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്, എക്കണോമിക്സിൽ എങ്ങനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണക്കാക്കുന്നത് നോക്കൂ നിങ്ങൾ. MOC ഓഫ് X is equal to delta Y by delta X. delta Y by delta X. ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം അല്ലേ? ഇവിടെ നിങ്ങൾ സങ്കല്പിക്കുക, 2 ഗുഡുകളാണുള്ളത്. ഒന്നാമത്തെ ഗുഡ് X, രണ്ടാമത്തെ ഗുഡ് Y ആണ്. നിങ്ങൾ സങ്കല്പിക്കൂ, X എന്ന ഗുഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ Yൻ്റെ അളവ് എന്ത് ചെയ്യേണ്ടി വരും? കുറക്കേണ്ടതായിട്ട് വരും അല്ലേ? Xൻ്റെ അളവ് നമ്മൾ കൂട്ടുമ്പോഴും Yൻ്റെ അളവ് കുറക്കുമ്പോൾ അവിടെ മാറ്റം വരുന്നില്ലേ? ആ മാറ്റത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണേത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ മീൻസ് ചേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 2 സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു സമ്പത്ത് 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം.
ഈ രണ്ട് സാധനങ്ങൾക്കിടയിൽ ഒരു സാധനത്തിൻ്റെ അധിക യൂണിറ്റ് അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സാധനം എന്ത് ചെയ്യേണ്ടി വരും, കുറക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കുറക്കുമ്പോൾ രണ്ടാമത്തെ സാധനത്തിനുണ്ടാകുന്ന ചെലവിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സീമാന്ത അവസരാത്മക ചെലവ് അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ് അല്ലേ. ഒരു നമ്പർ ഓഫ് യൂണിറ്റ് രൂപത്തിലുള്ള അഡീഷണൽ ചെലവിനെയാണ് നമ്മളിത് പറയുന്നത് സീമാന്ത അവസരാത്മക ചെലവ്. സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അതർ ഗുഡ് അല്ലേ. അതായത് ഒരു സാധനത്തിൻ്റെ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റേ സാധനത്തിൻ്റെ അളവിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറവിനെയാണ് നമ്മളിത് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ എക്കണോമിക്സ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്, എങ്ങനെയാണ് അത് കണക്കാക്കുക, ദ ഫോർമുല ഓർ the equation of MOC is delta y by delta x. In this equation delta y is equal to change in the quantity of good x. അതായത് നമ്മൾ പറഞ്ഞ എക്സ് വൈ എന്ന രണ്ട് സാധനങ്ങളിൽ, എക്സും വൈയും രണ്ട് ചരങ്ങളാണ്. നമ്മൾ ചരങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ഉൽപ്പന്നത്തിന് പേര് കൊടുത്തിരിക്കുന്നു മാത്രം. ഫോർ എക്സാമ്പിൾ ആയിക്കൊണ്ട് എക്സ് വീറ്റും അതുപോലെ തന്നെ വൈ റൈസും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾക്ക് നമ്മൾ നൽകിയ പേരാണ് എക്സ് വൈ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ സാധനം എക്സിൽ ഗുഡ് എക്സിലിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം, അതേപോലെ തന്നെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ, സാധനം വൈൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം അല്ലേ. ഒന്ന് കൂട്ടുമ്പോൾ ഒന്ന് കുറക്കൂലേ, അപ്പോൾ രണ്ട് സാധനത്തിന് മാറ്റം ഉണ്ടാകും അല്ലേ. സോ ദ ഇക്വേഷൻ ഈസ് ദ MOC ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ മീൻസ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ ആൻഡ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ്. Can you understand? അപ്പോൾ ഒരു സാധനത്തിൻ്റെ അധിക മാത്രകൾ, മാത്രം എന്ന് പറഞ്ഞാൽ യൂണിറ്റുകൾ അല്ലേ, ഒരു സാധനം അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റേ സാധനത്തിൻ്റെ അളവിൽ കുറക്കുന്നതിനെയാണ് നമ്മളത് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. റൈസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വീറ്റിൻ്റെ അളവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളതിനെ പറയുന്ന പേരാണ് വീറ്റിൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതെങ്ങനെ കണക്കാക്കുക, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. നമുക്ക് പഠിക്കാം. നിങ്ങൾ പാഠപുസ്തകത്തിൽ ടേബിൾ കാണാം. ആ ടേബിളാണ് ഇവിടെ ഞാൻ ബോർഡിൽ വരച്ചിട്ടുള്ളത്. ആ ടേബിളിലൂടെ നമുക്ക് MOC കണക്കാക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാം. ഹൗ ടു കാൽക്കുലേറ്റ് ദ MOC. യു നോ ദ ഫോർമുല ഓർ ദ ഇക്വേഷൻ ഓഫ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് that we are studied, that is MOC of x is equal to delta y by delta x, where delta y is the change in the quantity of y, good y, and delta x is equal to change in the quantity of good x. അതായത് y എന്ന ഗുഡിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം, x എന്ന ഗുഡിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം. So here this is a table that showing the method of calculation of MOC. ഇവിടെ ഈ ടേബിളിൽ എന്താണ് സൂചിപ്പിക്കുന്നത്, MOC കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ടേബിൾ സൂചിപ്പിക്കുന്നത്. ദ ഫസ്റ്റ് കോളം ഷോയിങ് ദാറ്റ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഓഫ് A, B, C, D and E that we are learned in the production possibility curve. നിങ്ങളെല്ലാവരും PPC വക്രത്തിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ പോയിന്റുകൾ പഠിച്ചതാണ്. അതാണ് ഒന്നാമത്തെ കോളത്തിൽ സൂചിപ്പിക്കുന്നത്. ദ സെക്കൻഡ് കോളം ഷോയിങ് ദാറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് റൈസ് ലൈക്ക് ദ വൈ, and third column that is the quantities of wheat, and next column MOC of wheat, and last and final column showing the method of calculation of MOC. ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പട്ടികയിൽ ഇവിടെ there is only two goods like rice and wheat. There is only two goods like റൈസ് ആൻഡ് വീറ്റ് ഇൻ ദ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് ഗുഡുകളാണ് റൈസ് ആൻഡ് വീറ്റ് അല്ലേ, അരിയും ഗോതമ്പും നിങ്ങൾ പഠിച്ചു വെച്ചു അല്ലേ. ഇഫ് വി ആർ പ്രൊഡ്യൂസ് ദ വീറ്റ് മോർ ആൻഡ് മോർ ക്വാണ്ടിറ്റി, ഇഫ് വി ആർ produce the wheat in more and more quantity, we can reduce the quantity of rice production. അതായത് MOC പ്രകാരം വീറ്റിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, കുറക്കണം എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടണമെങ്കിൽ ഒന്നിൻ്റെ അളവ് കുറക്കണം അല്ലേ. ഹിയർ ദ വീറ്റ് പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസസ്, അറ്റ് ദ സെയിം ടൈം ദ
production of rice, the quantity of rice will be decline or diminishing. അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് MOC കണക്കാക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക നിങ്ങൾ. Here rice is considered as the Y and wheat is considered as X. So there is a two good like X and Y or wheat and rice. അല്ലേ? അത് നിങ്ങൾ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലെ കർവിലൂടെ മനസ്സിലാക്കിയതാണ്. എക്സ് ആക്സിസ് വീറ്റും ആണ്, വൈ ആക്സിസ് റൈസും ആണ്. ശ്രദ്ധിക്കുക, എ എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ അല്ലെങ്കിൽ എ എന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന സാധ്യതയിൽ we can use the full amount of technology and resources in the production of റൈസ്. അതായത് നമ്മൾ പഠിച്ചതാണ് എ എന്ന ഉൽപാദന സാധ്യതയിലെ എല്ലാ ടെക്നോളജിയും റിസോഴ്സസും നമ്മൾ റൈസ് എന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, അല്ലേ? സോ ദർ ഈസ് നോ വീറ്റ് പ്രൊഡക്ഷൻ, സോ ദർ ഈസ് നോ MOC. അവിടെ MOC ഇല്ല, അല്ലേ? അതായത് അവിടെ എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ എല്ലാ ടെക്നോളജിയും റിസോഴ്സും നമ്മൾ റൈസിന് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ വീറ്റിൻ്റെ അളവിൽ മാറ്റമില്ല. കാരണം വീറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല. ദർ ഈസ് നോ വീറ്റ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ MOC ആൾസോ ദർ ഈസ് നോ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മനസ്സിലായല്ലോ? സെക്കൻഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ശ്രദ്ധിക്കൂ നിങ്ങൾ. സെക്കൻഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ദാറ്റ് ഈസ് ബി, അല്ലേ? ബി എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ റൈസിൻ്റെ അളവ് നമ്മൾ കുറക്കുന്നുണ്ട്, അല്ലേ? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ 1 യൂണിറ്റ് ഓഫ് വീറ്റ്, അല്ലേ? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ 1 യൂണിറ്റ് ഓഫ് വീറ്റ് we can diminish or less the one quantity of rice, അല്ലേ? ഒരു യൂണിറ്റ് അളവ് വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഒരു യൂണിറ്റ് അളവിലുള്ള വീറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റൈസിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ കുറക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ അളവിൽ മാറ്റമില്ലേ? അപ്പോൾ ഇവിടുത്തെ മാറ്റം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത് MOC, അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, MOC എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഹിയർ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മെത്തേഡ് എന്ന് ശ്രദ്ധിക്കുക. ഡെൽറ്റ വൈ, ഡെൽറ്റ എന്ന് പറഞ്ഞതാണ് ചേഞ്ചിൻ്റെ സിമ്പിളാണ്, അല്ലേ? അതായത് വൈൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് കണക്കാക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 9. 10 മൈനസ് 9 എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. So delta y is equal to 1. Are understand? So second one is change in the quantity of wheat, that is delta x, അല്ലേ? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര നോക്കൂ നിങ്ങൾ? ഡെൽറ്റ എക്സ് സമം, അല്ലേ? ശ്രദ്ധിക്കൂ, ഡെൽറ്റ എക്സ് സമം ദാറ്റ് ഈസ് 1 മൈനസ് 0, അല്ലേ? 1 മൈനസ് 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 1. So we can apply the formula, that is 1 by 1 is equal to 1 by 1 എത്രയാണ്? 1 എന്നുള്ളതാണ്. So MOC among these two goods is 1. Can you follow? ഇവിടെ എങ്ങനെയാണ് MOC മനസ്സിലാക്കി? നിങ്ങൾക്ക് എങ്ങനെ കണക്കാക്കി മനസ്സിലായല്ലോ? ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി. നമുക്കിത് ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ദ തേർഡ് പോസിബിലിറ്റി നിങ്ങൾ നോക്കൂ, ദാറ്റ് ഈസ് സി, അല്ലേ? തേർഡ് പോസിബിലിറ്റിയിൽ we can produce the 2 unit of wheat. We are already discussed that when we are produce the more and more X or wheat, we can reduce the change or we can reduce the quantity of Y. That is MOC, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, സി എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ അല്ലെങ്കിൽ സി എന്ന ഉൽപാദന സാധ്യതയിൽ ലിതൺ 2 യൂണിറ്റ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റൈസിൻ്റെ അളവ് കുറക്കുന്നു, 7 യൂണിറ്റ് ആയിട്ട് കുറക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 1 നിന്ന് 2 ആയിട്ട് കൂടിയിരിക്കുന്നു. അതേസമയം അറ്റ് ദ സെയിം ടൈം ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്, അല്ലേ? റൈസിൻ്റെ ഉൽപ്പന്നം എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ, 9 നിന്ന് 7 ആയിട്ട് കുറച്ചിരിക്കുന്നു. ഒന്ന് കൂട്ടണമെങ്കിൽ ഒന്ന് കുറക്കണം. അതിനനുസരിച്ചുള്ള റിസോഴ്സ് മാത്രമേ ഈ എക്കോണമിയിലുള്ളൂ. നിങ്ങൾ പഠിച്ചു വെച്ചു, അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹിയർ ദ MOC among the rice and wheat in the production possibility of C is, നിങ്ങൾ ശ്രദ്ധിക്കൂ, that is 2. How to get this answer? എങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ ലഭിച്ചിട്ടുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു, ഞാനിനി ഇവിടെ ആവർത്തിച്ച് എഴുതുന്നില്ല, നമുക്ക് സമയം ക്രമീകരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു രൂപം എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ബോർഡ് മേലെ എഴുതി തന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇവിടെ ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 9 മൈനസ് 7,
അല്ലേ? ചേഞ്ച് ഇൻ y is equal to 9 minus 7. And also we can calculate the change in x, അല്ലേ? നമുക്ക് ചേഞ്ച് ഇൻ എക്സും കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ഇൻ x is equal to 2 minus 1, അല്ലേ? 2 minus 1. So 9.7 is equal to 2 and 2.1 is equal to 1. So the MOC among the y and x is equal to 2 by 1. It is equal to 2. So the MOC of x in the production possibility of C is 2. Can you follow? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡി എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി നിങ്ങൾ നോക്കൂ. നമ്മൾ റൈസിൻ്റെ അളവ് 4 യൂണിറ്റ് ആയിട്ട് കുറക്കുമ്പോൾ നമുക്ക് വീറ്റിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? 3 യൂണിറ്റ് ആയിട്ട്, 2 നിന്ന് 3 യൂണിറ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. സോ ദ MOC among the two goods like y and x in the production possibility of D is 3. That is 7 minus 4, അല്ലേ? ഇവിടെ വന്ന മാറ്റം എത്രയാണ്? ഡെൽറ്റ y is equal to 7 minus 4 and delta x is equal to 3 minus 2. That is 7 minus 4 is equal to 3 and 3 minus 2 is equal to 1. So MOC among the two goods is 3 by 1, that is equal to 3. ഇവിടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി MOC of x എത്രയാണ്? MOC of x, that is MOC of വീറ്റിൻ്റെ MOC എന്ന് പറയുന്നത് 3 ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നിങ്ങൾ ഇതാണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈസ് ഇ, അല്ലേ? നമ്മൾ ഇ എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി നിങ്ങൾ ഇതിൻ്റെ കൂടെ PPCയും ഓർമ്മയിൽ വരുത്തുക, അല്ലേ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഇ എന്ന പോയിന്റിൽ എങ്ങനെ നമ്മൾ പഠിച്ചത്? ഇ എന്ന പോയിന്റിൽ ഫുൾ റിസോഴ്സസ് വി ക്യാൻ യൂട്ടിലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ഓർ എക്സ്, അല്ലേ? അതായത് ഈ ഉൽപാദന സാധ്യതയിലെ എല്ലാ റിസോഴ്സസും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് വീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അതേസമയം ദർ ഈസ് നോ റൈസ് പ്രൊഡക്ഷൻ ലൈക്ക് വൈ പ്രൊഡക്ഷൻ, അല്ലേ? വൈ എന്ന ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ റൈസ് എന്ന ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നേ ഇല്ല. കാരണം എല്ലാ റിസോഴ്സും നമ്മൾ 4 യൂണിറ്റ് അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വീറ്റിന് വേണ്ടി ഉപയോഗിച്ചു. സോ ദർ ഈസ് എ MOC, ദാറ്റ് ഈസ് എങ്ങനെ കണക്കാക്കുന്ന നോക്കൂ നിങ്ങൾ. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് y, ദാറ്റ് ഈസ് 4 minus 0, അല്ലേ? ആൻഡ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് x, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 minus 3. സോ ദ MOC among the two good is 4 by 1, it is equal to 4. So MOC among these two good that in the point of E is 4. മനസ്സിലായല്ലോ? MOC കണക്കാക്കുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ MOC എന്താ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ MOC കണക്കാക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദിസ് നിങ്ങൾ പഠിച്ചതാണ്. MOC of x is equal to delta y by delta x. Can you follow? ശരി, ഓക്കെ. നമുക്കിനി ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ പഠിക്കാനുള്ളത് the relation between MOC and PPC or marginal opportunity cost and production possibility curve. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് കൊണ്ട് PPC കർവിൻ്റെ അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ രൂപത്തിലും മാറ്റമുണ്ടാകും. അതാണ് MOCക്കും PPCക്കും ഇടയിലുള്ള ബന്ധം എന്ന് പറയുന്നത്. Whenever the MOC is changed, the shape of the PPC is also changed. That is the relationship between PPC and MOC. മനസ്സിലാക്കണം, MOCക്കും PPCക്കും തമ്മിലുള്ള ഇടയിലുള്ള ബന്ധം എങ്ങനെയാണ്? MOCക്ക് ഇടയിൽ മാറ്റമുണ്ടായാൽ PPC കർവിൻ്റെ ഷേപ്പിലും മാറ്റമുണ്ടാകും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 14-ാമത്തെ പേജിൽ പട്ടിക 1.3, ആ പട്ടിക 1.3 സൂചിപ്പിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ MOC ആൻഡ് PPC എന്നതാണ്. ശ്രദ്ധിക്കൂ, ദ ഫസ്റ്റ് വൺ ഈസ് വെനെവർ ദ MOC ഈസ് ഇൻക്രീസിങ്. അതായത് MOC എന്ന് പറയുന്ന മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയാൽ, വർദ്ധിച്ചാൽ, ദ ഷേപ്പ് ഓഫ് ദി PPC ഈസ് കോൺകേവ്. PPC വക്രത്തിൻ്റെ അല്ലെങ്കിൽ ഉൽപാദന സാധ്യത വക്രത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? കോൺകേവ് രൂപത്തിലായിരിക്കും, അല്ലേ? പുറത്തേക്ക് തള്ളിയത്, അല്ലേ? അതായത് പുറത്തേക്ക് തള്ളിയ രൂപത്തിലായിരിക്കും, കോൺകേവ് രൂപത്തിലായിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെനെവർ ദ MOC ഈസ് ഡിക്രീസിങ്. ഉൽപ്പന്നങ്ങൾക്ക് മേലെയുള്ള മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറഞ്ഞാൽ ദ ഷേപ്പ് ഓഫ് ദി PPC കർവ് ഈസ് ദാറ്റ് ഈസ് കോൺവെക്സ് രൂപത്തിലായിരിക്കും. തേർഡ് വൺ ഈസ് കോൺവെക്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉള്ളിലേക്ക് കുനിഞ്ഞ രൂപത്തിലായിരിക്കും.
Third one is whenever the MOC is constant. അതായത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായത്, മാറ്റമില്ലാത്തത്, ഒരിക്കലും മാറ്റാൻ കഴിയാത്തത്. അതായത് MOC സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ, മാറ്റമില്ലാതെ നിൽക്കുകയാണെങ്കിൽ the shape of the PPC curve is linear. അതായത് PPC കർവിൻ്റെ രൂപം എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും, നേർരേഖ രൂപത്തിലായിരിക്കും. So there is a 3 explanation regarding the relationship between MOC and PPC that can be shown in this table. First one, increasing, the shape of the PPC is concave. When the MOC is decreasing, the shape of the PPC is convex. And whenever the MOC is constant, that means there is no change in MOC. That means the PPC curve is also linear. അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതാണ്. രണ്ടാമത് മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാൽ എന്ത് അല്ലേ? മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അഡീഷണൽ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഉൽപ്പന്നത്തിൻ്റെ യൂണിറ്റിൻ്റെ അളവിൽ കുറക്കുന്ന അളവിനെയാണ് നമ്മൾ പറയുന്നത് മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കണക്കാക്കുന്നത് എങ്ങനെ പഠിച്ചു? MOC of x is equal to delta y by delta x എന്നുള്ളതാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ചിനെ കാണിക്കുന്ന സിമ്പിളാണ്. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ്, എക്സിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം അല്ലേ? അതുപോലെ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, കണക്കാക്കുക നിങ്ങൾ പഠിച്ചു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദ റിലേഷൻ ബിറ്റ്വീൻ MOC ആൻഡ് PPC നിങ്ങൾ പഠിച്ചു ഫ്രം ദിസ് ടേബിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എനി കൈൻഡ്സ് ഓഫ് ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.